അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇന്നിപ്പോൾ വീടിൻ്റെ ഗ്രില്ല് സാധനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് നമുക്ക് കിണറിലും ഒരു കമ്പി ഇടണം. കാരണം മക്കളുള്ളതല്ലേ, ഓടിക്കളിക്കുകയും ഇത്തിരി താഴ്ച കുറവാണ്. നമ്മൾ റിങ്ങാണ് ഇറക്കിയിരിക്കുന്നത്. കിണറ്റിന് കുറച്ച് വളയവും കുറവാണ്. അപ്പോഴും നമ്മൾ റിങ് ഇടാമെന്ന് വിചാരിച്ച് അടുക്കള അരഭിത്തി കെട്ടി നിർത്തിയിരിക്കണേ. ഇനി ഗ്രില്ലടിച്ചിട്ട് ഷീറ്റ് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുളിമുറി അതെല്ലാം കതവ് ഇടണം, ഗ്രില്ലും ഷീറ്റും. പിന്നെ ഇനി അകത്തൊരു അലക്കെല്ലാം ഇടണം. ഇനി എല്ലാം കൂടെ അൽഹംദുലില്ലാ നമ്മളെ കയ്യിലൊതുങ്ങും ഇൻഷാ അല്ലാ. നിങ്ങളെ ദുആ ചെയ്യണം. കാരണം ഇവിടം വരെ എത്തിയില്ലേ പടച്ചവനെ. ഇത്രയും നാൾ ഒരു വീടായില്ലേ എന്നൊരു ദുഃഖം വരുന്നു. അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ വേറെ കാര്യം അതൊന്നും പറയാനല്ല വന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവർക്കും പൊള്ളൂലേ. ഇപ്പം എന്നെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും, നമ്മളെ മക്കളെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും, അവനവൻ്റെ കാര്യം പറയുമ്പോൾ പൊള്ളും. അതങ്ങനെയാണ്. അപ്പോഴത്തേക്ക് കഴിവതും നല്ലൊരു മാസമൊക്കെയാണ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. വാശി വമ്പിൻ്റെ പുറത്തൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഭീഷണിയുടെ സ്വരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് ഈ മക്കളെ വളർത്തിയേ പറ്റുള്ളൂ ഈ ഭൂമിയിൽ. കാരണം ഇവർ നമുക്ക് പെറ്റ തള്ളമാർക്ക് കളയാൻ പറ്റില്ല മക്കളെ. ഇത് പറയുന്നതിനൊരു കാര്യമുണ്ട്. ഇത് മനസ്സിലാക്കാൻ ആർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആരെയൊക്കെയാണ് എന്ന് നമുക്ക് പൊതുവിലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇവരെയൊക്കെ പാരമ്പര്യം നിലനിർത്താൻ ഈ മക്കളെ വളർത്തിയേ പറ്റൂ. ഞാനൊരു ഉമ്മയാണ്. നമ്മളെ മക്കൾ നമ്മുടെ കൂടെ എപ്പോഴും സുരക്ഷിതമാണ്. അൽഹംദുലില്ലാ റാഹത്താണ്. ഒന്നും അറിയാതെ വളരുന്ന പൊടിക്ക പാലവന്മാരാണ്. വളരട്ടെ, അൽഹംദുലില്ലാ റാഹത്തായിട്ടിരിക്കട്ടെ. ദുആ ഉണ്ട്, ഒരുപാട് പേര് ഇത്താമാരെ ദുആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ഫോണിലൂടെ ഉള്ള വിളി എൻ്റെ ഫോണിൽ ഇനി വിളിക്കരുത്. ആരായാലും ശരി തന്നെ. ഞാൻ ഈ ഇത്രയും ദുഃഖത്തിൽ ജീവിച്ചപ്പം ആരും എനിക്കില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇത്താമാർ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ സങ്കടം കാണാൻ. 1K, ഇപ്പം എനിക്ക് 2K ആയി. 43K സംതിങ് ആയി. നിങ്ങളുടെ കൂട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, നിങ്ങളെ കമൻറ്റുകൾ. നമുക്ക് നമ്മുടെ കാര്യം പറയുമ്പോൾ പൊള്ളും, എനിക്ക് പൊള്ളും. കാരണം ഞാൻ തലച്ചോറും ഹൃദയവും ഉള്ളൊരു ജീവിയാണ്, മനസ്സൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഉണ്ടൊരു ഇത്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു 2 വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നമുക്ക് പൊരുത്തം മേടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മുടെ അള്ളാ നമ്മൾ അത് തന്നെ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടു എൻ്റെ ഫോണിൽ ആണെങ്കിലും കോളാണെങ്കിലും ആരായാലും വിളിക്കരുത്. അനാവശ്യ കോളുകൾ വിളിച്ചിട്ട് ഞാനും ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്കൊരുപാട് ദുഃഖമുണ്ട്. അള്ളാഹു സത്യം. നമുക്കൊരു കൂട്ട് വേണമെന്ന് സമയങ്ങളിൽ തോന്നുന്ന സമയങ്ങൾ വരും ഒറ്റപ്പെടുമ്പം. പക്ഷേ ഇന്ന് വരെയും 3.5 വർഷം കഴിഞ്ഞ് ഇന്ന് വരെയും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം എനിക്കിനി പറ്റില്ല. കാരണം ഞാൻ മക്കൾക്കൊപ്പം സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ച ഒരാളാണ്. അപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞു, എന്നെ അറുത്ത് മുറിക്കരുത്. ഭീഷണി നിന്നെ അതേപോലെ ഇതേപോലെ അന്നൊക്കെ വന്ന ഭീഷണികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരൊറ്റ കാര്യം പറയണേ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആരെയും കുറിച്ചിട്ടല്ല പറയണത്, എൻ്റെ ലൈഫാണ് പറയണത്, എന്നെ കുറിച്ചിട്ടാണ് പറയണത്, എൻ്റെ മക്കളെ സുഖവും സന്തോഷമാണ് പറയണത്. ഇൻഷാ അല്ലാ ഞായറാഴ്ചയും കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് തോറ്റാൽ മറ്റു സ്ഥലത്ത് നമുക്കൊരു വിജയം ഉണ്ടാവും. ദുനിയാവിൽ ലൈഫ് നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ പോലുള്ള ഒരുപാട് പേര് ലൈഫ് നഷ്ടപ്പെട്ട അവരൊക്കെ നമ്മൾ ജീവിച്ചേ പറ്റൂ. പക്ഷേ മറ്റുള്ളവരെ പോലെ അല്ല. സുഖവും സന്തോഷമാണെങ്കിലും നമ്മൾ ഒതുങ്ങി അങ്ങ് ജീവിക്കുന്നവരാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിട്ട് എനിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളും അൽഹംദുലില്ലാ കിട്ടി. എനിക്ക് വീടായി അൽഹംദുലില്ലാ. ഇതൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതം വെച്ചിട്ട് പന്താടുമ്പോൾ ഇരു കൂട്ടർക്കും നമുക്ക് വിഷമം ഉണ്ടാവും. ഇതെൻ്റെ ഫാമിലി കാണും, പാപ്പ ഉമ്മ എല്ലാവരും കാണുന്നതാണ്. അപ്പം നിങ്ങൾ നമ്മളെക്കുറിച്ചിട്ട് പിച്ച് ചീന്തുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യമാണ് നമ്മൾ പറയണത്. പിച്ച് ചീന്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് മനുഷ്യരെ കിട്ടണത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ ഞാൻ
റാഹത്താണ്. കാരണം എൻ്റെ മക്കൾ സുരക്ഷിതമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ നല്ലൊരു മാസമാണ് ഇനി വരുന്നത്. നമുക്കൊരു കല്യാണമുണ്ട്. നമ്മുടെ കല്യാണം തലേന്നാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് നമ്മുടെ മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് ഞാൻ എപ്പോഴും പറയണത്. എൻ്റെ ഫോണിൽ അനാവശ്യമായിട്ട് ഒരു കോൾ പോലും വിളിക്കരുത്. എൻ്റെ ഫോണിൽ ഞാൻ ആര് വിളിച്ചാലും അത് റെക്കോർഡ് ഓൺ ചെയ്യുന്ന സമയങ്ങൾ വരുമ്പം റെക്കോർഡ് ഓൺ ചെയ്യും. അത് ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും വന്നാലും എനിക്ക് ബാധിക്കില്ല. കാരണം എൻ്റെ കയ്യിൽ സകല എവിഡൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം ആരുടെയും ദേഷ്യവും വാശിയും വമ്പൊന്നുമില്ല. എല്ലാവരും യൂട്യൂബ് തുടങ്ങിയത് വരുമാനത്തിന് വേണ്ടിയാണ്. ആ വരുമാനം കിട്ടുമ്പോൾ അൽഹംദുലില്ലാ പൊരുത്തത്തോടു കൂടി മേടിക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ അവരെ കുത്തി നോവിച്ചും ഇവരെ കുത്തി നോവിച്ചും എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടാ. നിങ്ങളിപ്പോൾ ഇനി എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കാം. കാരണം എന്തെന്നറിയുമോ, എൻ്റെ കൂടെ എൻ്റെ കട്ടയ്ക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ വാപ്പ എൻ്റെ വീഡിയോ കാണുന്നതാണ്. എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ, അല്ലെങ്കിൽ വാപ്പ ഫോൺ അധികം കാണില്ല, ഉമ്മ കാണുന്നതാണ്. അപ്പോൾ ഞാൻ പറയും, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം നിങ്ങളെ മോൾക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നത് അള്ളാൻ്റെ തീരുമാനമാണ് എന്നാണ് ഞാൻ എൻ്റെ ഉമ്മ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്കൊന്നും ഒരു സങ്കടമുണ്ട്. സ്വന്തം മോളെ ജീവിതം ഇങ്ങനെ ആകുമ്പോൾ വിഷമമുണ്ട്. 3 മക്കൾ വളർന്നു വരുമ്പോഴത്തേക്ക് മുന്നേയൊക്കെ മക്കൾ ചോദിക്കുമായിരുന്നു വാപ്പച്ചി എന്തിയെ വാപ്പച്ചി എന്തിയെന്ന്. ഇപ്പം ചോദിക്കൂല. മിച്ചുമോൻ്റെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം പറഞ്ഞു തരും. മുത്തുമോ ഒന്നും പറയില്ല, മസ്റുമോളും ഒന്നും പറയില്ല. എന്നും പറഞ്ഞിട്ട് അവർക്ക് ഒരു കുറവുമില്ല, അല്ലെങ്കിൽ ഒരു ദുഃഖവും ഇല്ല. ഞാൻ സുരക്ഷിതമായിട്ട് ഞാൻ അവരെ വളർത്തിയെടുക്കും. അതുകൊണ്ട് എൻ്റെ മക്കളെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ആർക്കും, അതായത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. കാരണം നിങ്ങളേന്ന് ആരേന്നും ഒരു അവകാശം പറഞ്ഞു വരാൻ വരില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും സ്വാലിഹായ മക്കളായിട്ട് വളരണം, അതെങ്കിൽ വളർത്തണം എന്നാണ് എൻ്റെ ദ്വാ. ഞാൻ പറഞ്ഞില്ലേ, കണ്ട നമുക്ക് കോഴി ആടൊന്നും വളർത്താൻ പറ്റില്ല, ഭയങ്കര പട്ടിശല്യമാണ്. കണ്ട ആ പട്ടിയും കുട്ടിയും എല്ലാം ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാ, ആ മരത്തിൻ്റെ മുട്ടിക്കുന്നുണ്ടാ. അതുകൊണ്ട് കുട്ടികളെ പോലും നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ആട്ടും കൂട് വെച്ചിട്ട് ഒരു ആട്ടിനെ മേടിക്കണമെന്നുണ്ട്. ഈ മഴ ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഈ ചൂടത്ത് നമുക്ക് തോല് കുറവാണ്, ആട്ടിൻ്റെ പിണ്ണാക്കിനും വില കൂടുതലാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പറയാൻ. സുഖവും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന മക്കളായിരുന്നു എൻ്റെ കൂടെ. എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വിശപ്പിൻ്റെതായാലും മറ്റ് കാഠിന്യത്തിലാണെങ്കിലും മക്കൾ എന്നെ എൻ്റെ കൂടെ ഉമ്മ അത് വേണമെന്ന് പറഞ്ഞിട്ടും പിന്നും കരഞ്ഞിട്ട് ഉറങ്ങിയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും ഇത്രേ പറയുന്നു, അൽഹംദുലില്ലാ, നമ്മളെ റബ്ബ് കൈവിടില്ല. എന്നെ ഭൂമിയിൽ സൃഷ്ടിച്ച റബ്ബ് എന്നെ കൈവിടില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ചൊല്ലിയിട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ആരെയും അവകാശം പറഞ്ഞിട്ട് മക്കൾ വരില്ല. കാരണം ഇത്രയും ഭൂമിയിൽ വളർത്തിയതും ഇത്രയും ഇനി മുന്നോട്ട് വളർത്തണതിനും ഒരുപാട് കരങ്ങളെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫാമിലിയിൽ നിന്ന് ബാക്കി ഉമ്മ വാപ്പ കെയർ സ്നേഹം കാര്യങ്ങൾ എല്ലാം. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചില്ല അങ്ങോട്ട്. എവിടെ പോണേ? അങ്ങോട്ടേക്ക് എവിടെ പോണേ? പോ 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 പോ. ഭയങ്കര ശല്യമാണ് കേട്ടോ പട്ടി. ഒരു പട്ടി പ്രസവിച്ച് 4 കുഞ്ഞുങ്ങളെങ്ങാണ്ടാണ്. എന്നത്തെ 2 എണ്ണം കണ്ട ഇപ്പോൾ ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ പോലും പുറത്ത് നിർത്തൂല. കാരണം ബേക്കിലൊക്കെ കോഴി ഫാമും റബ്ബറും കാടും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആരും വീഡിയോ കോൾ എടുത്ത് വെച്ചോ ഓഡിയോ കോൾ എടുത്ത് വെച്ചോ ഫോണിലോ ഒരു കോള് വിളിക്കരുത്. ഞാൻ എൻ്റെ ലൈഫാണ് പറയണത്. അത് നിങ്ങൾക്ക് ആർക്കും ടച്ചുള്ള കാര്യങ്ങളല്ല. അതിന് സാക്ഷിയാണ് എൻ്റെ മക്കൾ, എൻ്റെ ഫാമിലി, എൻ്റെ നാട്ടുകാരിൽ കുറച്ച് പേര് അനുഭവിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ. അപ്പം നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല മക്കളെ. നിങ്ങൾക്ക് ബാധിക്കുന്നൊരു പ്രശ്നം വരുമ്പോൾ അവകാശം ചോദിച്ചു വരാനോ ചിലവ് ചോദിച്ചു വരാനോ ഇവിടെ ആരും വരണില്ല. കാരണം ഈ മക്കളെ എനിക്ക് കൂടിപ്പോയ 8-8.5 രൂപ പാലെടുത്ത് എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റും. അത് മതി, അൽഹംദുലില്ലാ റാഹത്താണ്. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് പാലെടുത്താൽ പൈസയുണ്ട്. മുമ്പ് മഴ സമയത്ത് 1500-2000 ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് നിങ്ങളെൻ്റെ മക്കളെ ചൊല്ലിയിട്ട് നിങ്ങളെ ടെൻഷൻ ആവണ്ട, ഞാൻ വളർത്തിക്കോളാം. കാരണം അവർക്ക് വാപ്പ ഇല്ലയെന്നേ ഉള്ളൂ, ഉമ്മ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വാപ്പ ഇല്ലയെന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇനി മരണപ്പെട്ടു പോയാലും അവർക്ക് വന്നിട്ട് വേണമെങ്കിൽ നോക്കേ കാര്യങ്ങളൊക്കെ ചെയ്യാം.
അതിലൊന്നും നമുക്ക് യാതൊരു വിഷയങ്ങളും ഇല്ല. അവർക്കൊന്നും അല്ല ടെൻഷൻ, വാപ്പാക്കും കുഴപ്പമില്ല, വാപ്പാ ഫാമിലിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. വേറെ കുറച്ച് പേർക്കാണ് പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെ അവകാശം പറഞ്ഞിട്ട് വരാൻ എൻ്റെ മക്കൾ വരൂല. പിന്നെ ഞാനൊരൊറ്റ കാര്യം പറയണം, മുത്തുമോനും മസ്റുമോളും മിച്ചുമോനും എല്ലാം എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ ഒന്ന് പാരമ്പര്യം നിലനിർത്തി എൻ്റെ മക്കളെ കൊണ്ടുപോകണം, മുന്നോട്ട് പോകണം. എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഈ കഷ്ടപ്പെട്ടയും എല്ലാത്തിൻ്റെയും ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കണം, അത്രയും ഞങ്ങളുടെ അടുത്ത് പറയണുള്ളൂ. ഇനിയെങ്കിലും ഞാനൊന്ന് ജീവിച്ചോട്ടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, വയ്യ, ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ഭീഷണി സ്വരത്തിലുള്ള കോളുകൾ എൻ്റെ ഫോണിൽ ഇനി വേണ്ട, ഇനി ഉണ്ടാവരുത്. എൻ്റെ ഫോണിൽ വാട്സപ്പിലായാലും വോയിസ് ആയാലും ഇങ്ങോട്ട് അയക്കാൻ വരരുത്. അതാർക്കാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ ആരടുത്താണ് പറയണേന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെ മക്കളെ എല്ലാ കാര്യങ്ങളിലും ഇരു ഫാമിലിയും ഈ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് യാതൊരു വിഷയങ്ങളും ഇതിലില്ല. എൻ്റെ ഫാമിലി, ഇരു ഫാമിലിക്കും ഒരു വിഷയമില്ല. അതിനകത്ത് കുറച്ച് പേർക്ക് മാത്രമാണ്, ഇതിൽ നാട്ടിലുള്ള കുറച്ച് പേർക്കും ആണ് സങ്കടം കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാനല്ലേ പ്രസവിച്ചത് അവരെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ ആവണ്ട കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം പറയണം, മക്കളെ ചൊല്ലിയിട്ട് ഇനി എൻ്റെ ഫോണിലോട്ടൊരു കോള് വന്നാൽ, ഇങ്ങോട്ടൊരു കോള് വന്നാൽ ബാക്കി ഞാൻ അതനുസരിച്ച് നോക്കിക്കോളും. ഇന്നിവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോണിലോട്ട് ഇനി വിളിക്കരുത്. ആർക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ അർദ്ധരാത്രി ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണെന്നും എന്താണെന്നും ഒക്കെ. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വളർത്തിയേ പറ്റൂ. നിങ്ങളുടെ അടുത്ത് ആരടുത്തും അനുവാദം ചോദിച്ചിട്ടല്ല നമുക്ക് മക്കൾ ഈ ഭൂമിയിലായത്. ഓക്കെ, അള്ളാഹു തന്ന മക്കളാണ്. ആ മക്കളെ ഞാൻ സുരക്ഷിതമായിട്ട് നോക്കും. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അസ്സലാമു അലൈക്കും.